Question number 3. Okay, നോക്കാം എന്താന്ന്. Consider the points R 3, 0, A 0, -2, M 5, -2 and P -5, 2 if they are joined in the same order. Predict two sides of RAM that are perpendicular to each other. Okay, so നമുക്ക് എന്താ തന്നിരിക്കുന്നത്? R 3, 3, 0 given, A എന്നുള്ള പോയിന്റ് 0, -2 given, M എന്നുള്ള പോയിന്റ് -5, -2 given, and last one P. P എന്നുള്ള പോയിന്റ് it is -5, 2, -5, 2. ഇങ്ങനെ 4 പോയിന്റ്സ് തന്നിട്ടുണ്ട്. If they are joined in the same order, predict two sides of RAM that are perpendicular to each other. So first prediction is two sides of RAM that are perpendicular to each other. ഈ റാമ്പ് എന്നുള്ള റാമ്പ് ഈ റാമ്പാണ് 4 കോർഡിനേറ്റ്സ് തന്നിരിക്കുന്നത്. ഇതില് ടു സൈഡ്സ്, രണ്ട് സൈഡ് പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആണെന്ന് പ്രൂവ് ചെയ്യണം. ദറ്റ് മേക്സ് 90 ഡിഗ്രി ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കോർഡിനേറ്റ്സിലേക്ക് നോക്കാം. കോർഡിനേറ്റ്സ് എന്താ തന്നിരിക്കുന്നത്? 3, 0, 0, -2, -5, ആൻഡ് P -5, 2 അല്ലേ? സോ എയും എമ്മും, സി ദിസ് എ ആൻഡ് എം. സോ എ ആൻഡ് എം ഹാവിംഗ് ദ സെയിം y കോർഡിനേറ്റ് -2, കറക്റ്റ് അല്ലേ? -2 ആണ് y കോർഡിനേറ്റ്. അത് രണ്ടും സെയിം ആണ്, എയിലും എമ്മിലും സെയിം ആണ്, റൈറ്റ്? എയിലും എമ്മിലും സെയിം ആണ്. അപ്പോൾ ഇത് രണ്ടും സെയിം ആകുമ്പോൾ ദറ്റ് മീൻസ് y കോർഡിനേറ്റ് ആണ്. y കോർഡിനേറ്റ് സെയിം ആകുമ്പോൾ -2, y കോർഡിനേറ്റ് സെയിം ആകുമ്പോൾ എന്തായിരിക്കും ഇത് ശരിക്കും? ഇത് എ എം ഇസ് ഹൊറിസോണ്ടൽ ലൈൻ ആയിരിക്കും. എ എന്നുള്ളൊരു ഹൊറിസോണ്ടൽ ലൈൻ ആയിരിക്കും. ഓക്കെ, y കോർഡിനേറ്റ് സെയിം ആകുമ്പോൾ ഹൊറിസോണ്ടൽ ലൈൻ ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടും ഒരു ഹൊറിസോണ്ടൽ ആയിരിക്കും, എ എം ഹൊറിസോണ്ടൽ ആയിരിക്കും. ഇനി നമുക്ക് എടുക്കാം -5, -2 ആൻഡ് P -5, 2. ഇതില് വാട്ട് വി ക്യാൻ സേ ദറ്റ് ഈ രണ്ട് കോർഡിനേറ്റില് -5ഉം -5ഉം സെയിം ആണ്. എക്സ് കോർഡിനേറ്റ് സെയിം ആണ്. അപ്പൊ എന്തായിരിക്കും ഇത് വേർട്ടിക്കൽ ആയിരിക്കും. എക്സ് കോർഡിനേറ്റ് സെയിം ആയിരിക്കും, എമ്മും പിയും വേർട്ടിക്കൽ ലൈൻ ആയിരിക്കും. ഓക്കെ, ഇതിൽ എയും എമ്മും ഹൊറിസോണ്ടൽ ആയിരിക്കും, എമ്മും പിയും വേർട്ടിക്കൽ ലൈൻ ആയിരിക്കും. ഇഫ് ദ എക്സ് കോർഡിനേറ്റ് ആർ സെയിം, എമ്മും പിയും ഒരു എമ്മും പിയും ആലോചിച്ചറിയാലോ. എപ്പോൾ എമ്മും പിയും എം പി വേർട്ടിക്കൽ ആയിരിക്കും, പിന്നെ എന്താണ് എ എം ഇസ് ഹൊറിസോണ്ടൽ. ഓക്കെ, നമുക്കിത് എഴുതാം എങ്ങനെയാന്ന്. അപ്പം റാമ്പില് ഫസ്റ്റ് എന്താണ്, ഇതിൽ എയും എമ്മും എടുക്കാം നമുക്ക്. എ ആൻഡ് എം, ദറ്റ് ഇസ് എ എം. Then AM having y coordinates, AM having y coordinates, having y coordinates, having y coordinate, having y coordinate. എന്താ y coordinate? AM ന്റെ y coordinate എന്താ? -2. Okay, AM having y coordinate same. Okay, ഇത് y coordinate same ആണ്, it is -2 ആണ്. അപ്പോൾ എന്തായിരിക്കും നമുക്ക് എഴുതാൻ പറ്റുക? AM is horizontal. AM is horizontal. Horizontal. ഈ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ, വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡിംഗ് ലൈൻ. ഓക്കെ, ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ സ്ലീപ്പിംഗ് ലൈൻ ആണ്. ഹൊറിസോണ്ടൽ, ഓക്കെ, സ്ലീപ്പിംഗ് ലൈൻ ആണ്, ഓൾവേസ് ഹൊറിസോണ്ടൽ. വെർട്ടിക്കൽ ഓൾവേസ് സ്റ്റാൻഡിംഗ് ലൈൻ, റൈറ്റ്? സോ എ എം ഈസ് ഹൊറിസോണ്ടൽ, ഇറ്റ് ഇസ് എ സ്ലീപ്പിംഗ് ലൈൻ, റൈറ്റ്? സോ ദറ്റ് ഈസ് എക്സാക്സിന് പാരലൽ ആയിരിക്കും അത്, ഹൊറിസോണ്ടൽ ആയതുകൊണ്ട്. അണ്ടർസ്റ്റുഡ്? എ എം ഹൊറിസോണ്ടൽ ആയതുകൊണ്ട് എക്സാക്സിന് പാരലൽ ആയിരിക്കും. ഇനി നെക്സ്റ്റ് വൺ, എ എം ആണ് നമ്മൾ എടുത്തത്. ഇനി നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് എം പി ആണ്. ഓക്കെ, സോ എം പി ഹാവിംഗ് ദ MP having x coordinates, MP having x coordinate, and the x coordinate MP and x coordinate എന്താണ്? It is -5. It is -5. Therefore, what we can say? Therefore, which implies we can say that MP is vertical. MP is vertical. Okay, ഒന്ന് ഹൊറിസോണ്ടൽ ആണ്, ഒന്ന് വെർട്ടിക്കൽ ആണ്, റൈറ്റ്? ഇപ്പോൾ AM എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ആണ്, MP എന്ന് പറയുന്നത് വെർട്ടിക്കൽ ആണ്. ദാറ്റ് മീൻസ് they are perpendicular to each other, കറക്റ്റ് അല്ലേ? അപ്പോൾ ഒന്ന് വെർട്ടിക്കൽ, ഒന്ന് perpendicular to each other. That is AM is perpendicular to MP. Okay, AM is perpendicular to MP, right? So first one, two sides of RAM that are perpendicular to each other. നമ്മൾ predict ചെയ്ത് കഴിഞ്ഞു, അത് perpendicular ആണ്. നമ്മളെ കോർഡിനേറ്റ്സ് തന്നെ നമുക്ക് മനസ്സിലാവും. Okay, now next one. Second question, one side of RAM that is parallel to one of the axis. Okay, one side of RAM. ഈ റാമ്പ് RAMP എന്നുള്ള റാമ്പ് 4 കോർഡിനേറ്റ്സ് ഉണ്ടല്ലോ, അതിന്റെ വൺ സൈഡ് പാരലൽ ടു വൺ ഓഫ് ദ ആക്സിസ് ആണ്. ഒരു സൈഡ് പാരലൽ ടു എക്സ് ആക്സിസ് ആണ്, അനദർ സൈഡ് പാരലൽ ടു വൈ ആക്സിസ് ആണെന്നാണ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യേണ്ടത്. പ്രെഡിക്റ്റ് ചെയ്യണം വിത്തൗട്ട് ഡ്രോയിങ്. നമ്മൾ വരയ്ക്കാൻ പാടില്ല, വരയ്ക്കാതെ തന്നെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യണം. നോക്കാം. അപ്പം നമ്മളിപ്പോൾ എന്താ എഴുതിയത്? എ എം ഈസ് ഹൊറിസോണ്ടൽ എന്ന് എഴുതിയല്ലോ. എ എം ഈസ് ഹൊറിസോണ്ടൽ നമ്മൾ ആദ്യം എഴുതിയല്ലോ, എ എം ഈസ് ഹൊറിസോണ്ടൽ അല്ലേ? അപ്പോൾ എ എം ഹൊറിസോണ്ടൽ ആകുമ്പോൾ എന്തായിരിക്കും വരിക? ഒരു ലൈൻ ഒന്നിന് ഹൊറിസോണ്ടൽ ആണ്. ദാറ്റ് മീൻസ് 0, -2, M 5 ഇത് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ അത് ഡ്രോ ചെയ്യുമ്പോൾ, പ്ലോട്ട് ചെയ്യുമ്പോൾ ശരിക്കും മനസ്സിലാവും കുട്ടികളെ ഇത് എന്താണ് ലൈൻ. പക്ഷെ പ്ലോട്ട് ചെയ്യുന്നതിന് മുന്നേ പ്രെഡിക്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് വൈ ഐ എം നോട്ട് പ്ലോട്ടിംഗ് ദ പോയിന്റ്. ഞാൻ പ്ലോട്ട് ചെയ്യണില്ല. അപ്പോൾ അതിന്റെ മുന്നേ നിങ്ങൾക്ക് പ്രഡിക്ഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞു തരികയാണ്. ഇത് എങ്ങനെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത്, റൈറ്റ്? അപ്പോൾ 0, -2, M 5, -2 ആണെങ്കിൽ നമ്മൾ എന്താ, രണ്ട് ലൈനും -2 -2ലെയാണ് ഇത് പോകുന്നത്. -2, റൈറ്റ്?
ദാറ്റ് ഈസ് y കോർഡിനേറ്റ് -2ലാണ് പോകുന്നത്. ദാറ്റ് ഈസ് AM ഈസ് ഹൊറിസോണ്ടൽ ആണല്ലോ. ഒരു AM എന്നുള്ള ഹൊറിസോണ്ടൽ ലൈൻ. ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്ലീപ്പിംഗ് ലൈൻ ഞാൻ പറഞ്ഞു. ഹൊറിസോണ്ടൽ ലൈൻ എപ്പോഴും സ്ലീപ്പിംഗ് ലൈൻ. ഓക്കെ. ഇറ്റ് ഈസ് പാരലൽ ടു എക്സ് ആക്സിസ് ആണ്. ഇറ്റ് ഈസ് പാരലൽ ടു എക്സ് ആക്സിസ് ആണ്. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതാ ഇത്? ഇത് സെക്കൻഡ് ആൻസർ നമുക്ക് എങ്ങനെ എഴുതാം? ഇത് പ്രെഡിക്റ്റ് എങ്ങനെ ചെയ്യാം? സിൻസ് AM ഈസ് ഹൊറിസോണ്ടൽ. ഓക്കെ. നമുക്ക് അങ്ങനെ തുടങ്ങാം നമുക്ക്. സിൻസ് AM നമ്മൾ പ്രൂവ് ചെയ്തല്ലോ AM ഹൊറിസോണ്ടൽ ആണെന്ന്. അപ്പോൾ AM ഈസ് ഹൊറിസോണ്ടൽ. സിൻസ് AM ഈസ് ഹൊറിസോണ്ടൽ ആയതുകൊണ്ട് AM ഈസ് പാരലൽ ടു എക്സ് ആക്സിസ്. AM ഈസ് പാരലൽ ടു എക്സ് ആക്സിസ്. പാരലൽ ടു എക്സ് ആക്സിസ്. ഓക്കെ, മനസ്സിലാവുണ്ടോ? പാരലൽ ടു എക്സ് ആക്സിസ്. ഹൊറിസോണ്ടൽ ആയതുകൊണ്ട് പാരലൽ ടു എക്സ് ആക്സിസ് ആണ്. ഓക്കെ. പിന്നെ നമുക്ക് വേറെ എന്താ തന്നിരിക്കുന്നത്? MP തന്നിട്ടുണ്ടല്ലോ. നമ്മളിവിടെ തന്നെ പ്രെഡിക്റ്റ് ചെയ്തിരുന്നു. MP വെർട്ടിക്കൽ ആണ്, റൈറ്റ്? വെർട്ടിക്കൽ ലൈൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അപ്പോൾ ഒന്ന് ഒന്ന് ഇങ്ങനെ വന്നാൽ അടുത്തത് വെർട്ടിക്കൽ ഇങ്ങനെയാണ്, റൈറ്റ്? അപ്പോൾ ഈ വെർട്ടിക്കൽ ആവുന്നത് എപ്പോഴും എന്തായിരിക്കും? Y ആക്സിസിന് പാരലൽ ആയിരിക്കും. Y ആക്സിസിന് പാരലൽ ആയിരിക്കും. ഒന്ന് വെർട്ടിക്കൽ ആണെങ്കിൽ ഇത് Y ആക്സിസിന് പാരലൽ ആയിരിക്കും. ഒന്ന് ഹൊറിസോണ്ടൽ ആണെങ്കിൽ അത് എക്സ് ആക്സിസിന് പാരലൽ ആയിരിക്കും. കേട്ടോ? ഇത് രണ്ടും പാരലൽ ആയിരിക്കും. ഇത് രണ്ടും പാരലൽ ആയിരിക്കും, റൈറ്റ്? സിൻസ് MP ഈസ് വെർട്ടിക്കൽ, MP ഈസ് വെർട്ടിക്കൽ, നമുക്ക് എന്ത് ചെയ്യാം? MP വെർട്ടിക്കൽ ആകുമ്പോൾ ഞാൻ പറഞ്ഞു എന്തിനോടേക്കും പാരലൽ? MP വെർട്ടിക്കൽ ആകുമ്പോൾ ഇറ്റ് ഈസ് പാരലൽ ടു Y ആക്സിസ്. ഓക്കെ. MP ഈസ് പാരലൽ ടു Y ആക്സിസ്. ഈസ് പാരലൽ ടു Y ആക്സിസ്. പാരലൽ ടു Y ആക്സിസ്. പാരലൽ ടു Y ആക്സിസ്. ക്ലിയർ? MP is parallel to Y axis. MP vertical ആയതുകൊണ്ട് MP parallel to Y axis. Okay. So second question over. In the second question നമുക്ക് ഒന്നും കൂടി നോക്കാം. One side of RAM that is parallel to one side of the axis. Okay. അപ്പോൾ ഏതെങ്കിലും ഒരു സൈഡ്, ദാറ്റ് മീൻസ് AM എന്താ പറഞ്ഞിരിക്കുന്നത്? AM ഹൊറിസോണ്ടൽ ആയതുകൊണ്ട് എക്സ് ആക്സിസിന് പാരലൽ ആണ്. MP വെർട്ടിക്കൽ ആയതുകൊണ്ട് പാരലൽ ടു Y ആക്സിസ് ആണ്. ഓക്കെ. ഇനി നമുക്ക് എന്താ ചെയ്യണമെങ്കിൽ തേർഡ് ക്വസ്റ്റ്യൻ എന്താ? തേർഡ് ക്വസ്റ്റ്യൻ സേസ് two points that are mirror images of each other in one axis. Which axis will this be? Now plot the points and verify your predictions. അപ്പോൾ നമ്മൾ predictions എന്താ? Two points that are mirror images of each other in one axis. അപ്പം 2 point രണ്ടിന്റെ mirror image, which axis will this be? Mirror image എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്താണ് mirror image എന്ന് പറഞ്ഞാൽ? എന്താണ്? നമ്മളിപ്പം mirror image നമ്മളിപ്പോ ഒരു എക്സ് ആക്സിസ് ഇങ്ങനെ ഒരു കാർട്ടീഷ്യൻ പ്ലെയിൻ ഉണ്ടെങ്കിൽ ഇതിന്റെ ഇപ്പൊ ഇതൊരു എക്സ് ആക്സിസ് ആണ് അല്ലെ? ഇതിന്റെ എക്സ് ആക്സിസ് ആണ്. ഈ എക്സ് ആക്സിസിന്റെ ഇതേ പോയിന്റ്, ദാറ്റ് മീൻസ് സപ്പോസ് ദിസ് പോയിന്റ് ഇസ് എന്താ പറയുക, ഈ പോയിന്റിന് നമുക്ക് നോക്കാം. ഏതാ പോയിന്റ് തന്നിരിക്കുന്നത്? മിറർ ഇമേജിന്റെ 0,-2 എന്ന് എടുത്താം. 0,-2 0,-2 സപ്പോസ് 0,-2 മീൻസ് ഹിയർ അല്ല. അപ്പോ 0,-2 ഇത്. ഓക്കെ. പിന്നെന്താ അടുത്തത്? എന്താ തന്നിരിക്കുന്നത്? 0,-2 and -5,-2. -5,-2. അപ്പോൾ 0,-2 and -5, 0,-2 is here. So what is the next one? -5,-2. -5,-2 എന്ന് പറഞ്ഞാൽ ഇത്. അപ്പൊ അത് മിറർ ഇമേജ് അല്ല കേട്ടോ. അത് മിറർ ഇമേജ് അല്ല. തേർഡ് വൺ. അപ്പോൾ -5,-2 അപ്പൊ അത് മിറർ ഇമേജ് അല്ല. ബിക്കോസ് ഇത് ഒന്ന് ഇവിടെ കിടക്കുന്നത്, ഇത് ഇവിടെയാണ് കിടക്കുന്നത്. മിറർ ഇമേജ് ആവണമെങ്കിൽ എങ്ങനെ വരണം വെച്ചാല് ഇപ്പൊ നമുക്ക് അപ്പൊ ഈ രണ്ട് പോയിന്റ് ഞാൻ എടുത്തു നോക്കിയതാണ്. 0,-2 -5,-2 ഇത് രണ്ടും മിറർ ഇമേജ് അല്ല. സോ ഐ വിൽ ടേക്ക് -5,-2 നമുക്ക് എടുത്തേക്കാം. -5,-2 കണ്ട? -5,-2 ആൻഡ് P -5,2. P -5,2. അപ്പോ ഒരു റെഡ് എടുത്ത് നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം. P -5,2 ഇത്. ഓക്കെ. ഈ രണ്ട് പോയിന്റും ഈ രണ്ട് പോയിന്റ് നമുക്ക് ഇങ്ങനെ ഒരു ലൈൻ ഇടുകയാണെങ്കിൽ ഇത് കണ്ട ഈക്വൽ ഡിസ്റ്റൻസ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഈ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? -5, ഈ പോയിന്റ് എന്ന് പറയുന്നത് -5,-2 ആണ്. ഈ പോയിന്റ് എന്ന് പറയുന്നത് -5,-2 ആണ്. This one -5,2. X coordinate is -5 and Y coordinate is 2. And ഇത് എന്ന് പറയുന്നത് എന്താണ്? -5,-2 ആണ്. -5,-2 ആണ്, റൈറ്റ്? അപ്പോ ഈ ഇതാണ് എക്സ് ആക്സിസ് അല്ലെ? എക്സ് ആക്സിസ്. അപ്പോ ഇത് Y കോർഡിനേറ്റ് ഹാവിങ്, അപ്പൊ ഇതിന്റെ എക്സ് കോർഡിനേറ്റ് ഹാവിങ് സെയിം. അപ്പോ ഈ എക്സ് കോർഡിനേറ്റ് ഇതിന്റെ സെയിം ആണ്. എക്സ് കോർഡിനേറ്റ് ഇത് സെയിം ആണ്. ഏതാണ്? M-5,2ഉം P -5, ഇതിന്റെ എക്സ് കോർഡിനേറ്റ് സെയിം ആണ്. അപ്പൊ നമുക്ക് പറയാം ഇത് മിറർ ഇമേജ് ആണ്.
മിറർ ഇമേജ് ഓഫ് ഈച്ച് അതർ ആക്സിസ്. എക്സ് ആക്സിസിലുള്ള ഒരു മിറർ ഇമേജ് ആണ് കേട്ടോ. ഈ എക്സ് ആക്സിസിലൂടെയാണ് ഇത് പോകുന്നത്. അതായത് -5,2 -5,-2ഉം കോമൺ പോയിന്റ് എക്സ് കോർഡിനേറ്റ് ആണ് -5. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഇത് M-5, -2 ആൻഡ് P-5, 2 മിറർ ഇമേജ് ഓഫ് ഈച്ച് അതർ ആക്സിസ്, എക്സ് ആക്സിസ്. മിറർ ഇമേജ്. ഇത് രണ്ടും മാത്രം മിറർ ഇമേജ്. ഇപ്പൊ ഞാൻ ആദ്യം എടുത്തപ്പോ ഈ ഇമേജ് മിറർ ഇമേജ് അല്ല. എന്തുകൊണ്ടാണ്? 0, -0, -2 എന്ന് പറയുന്നത് ഇവിടെയാണ് കിടക്കുന്നത് അല്ലെ? 0, -2 ആൻഡ് അത് ഞാൻ പറഞ്ഞു M-5, -2 എന്ന് പറയുന്നത്. അപ്പൊ ഇതല്ല, ഇത് മിറർ ഇമേജ് അല്ല. അപ്പൊ ഇത് മാത്രമാണ്. അതായത് നമുക്ക് എപ്പോഴും എക്സ് കോർഡിനേറ്റ് ഈക്വൽ ആകുമ്പോൾ സെയിം ആയി. അപ്പൊ മിറർ ഇമേജ് ഇതാണ് മിറർ ഇമേജ്. ഓക്കെ, സോ ഹൗ വിൽ യു റൈറ്റ് ദിസ്? ഇതെങ്ങനെ നമുക്ക് എഴുതാം? ഇത് M5 -5, -2 P -5, -5, 2 in M-5, -2 and P-5, 2 in this y coordinate having different sign. Okay, in this y coordinate having different sign, y coordinate having different sign, different sign, y coordinate having different sign. Okay, x coordinate are same, x coordinates are same, x coordinates are same, x coordinates are same, right? So therefore M -5, -5, -2 P -5, 2 mirror image of mirror image of each other, are mirror image of each other, mirror image of each other, image of each other. ഓക്കെ, ഇത് രണ്ടാണ് മിറർ ഇമേജ് ഓഫ് ഈച്ച് അതർ. ഏത് ആക്സിസിലാണ്? ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ഏത് ആക്സിസിലാണ്? വിച്ച് ആക്സിസ് വിൽ ദിസ് ബി? മിറർ ഇമേജ് ഇൻ എക്സ് ആക്സിസിലാണ്. എക്സ് ആക്സിസ്, ഇറ്റ് ഈസ് ഇൻ എക്സ് ആക്സിസ്. ഈച്ച് അതർ ഇൻ എക്സ് ആക്സിസ്. ഓക്കെ, എക്സ് ആക്സിസ്. So third one also